നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരും പിന്നെ ഒത്തിരി പേര് ശ്രീകണ്ഠൻ നായരുടെ 24-ലെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. അല്ല, ഒരു വാഗ്വാദം, ഒരു അടികലശം അതിലിരിക്കുന്നത് കണ്ടു. ആ വീഡിയോ സത്യത്തിൽ മുഴുവൻ കണ്ടിട്ടില്ലായിരുന്നു, ആ എപ്പിസോഡ് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. അത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ നാട് നന്നാവാൻ പോകുന്നില്ല. നന്നാവണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കുറേ ഫെമിനിസ്റ്റുകളും ചില മൂരാച്ചികളും ചത്തൊടുങ്ങണം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്ക് ഒരു ഭാഗം മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ. എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഈ പുരുഷൻ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് എടുത്തു കളയണമെന്നാണ് പറയുന്നത്. ഈ സ്ത്രീകൾക്കുള്ള ഈ ഒരു പ്രത്യേക പരിഗണന എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒലക്കമേല നിയമം ഉണ്ടല്ലോ, അതെടുത്ത് കളയണമെന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിയമത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നീ ഓൾ ഇന്ത്യ മൊത്തത്തിൽ അത് എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ എല്ലാ മനുഷ്യനെന്നുള്ളത് മതി. ആണായാലും പെണ്ണായാലും ചെറ്റത്തരം ആര് കാണിച്ചു കഴിഞ്ഞാലും അവർക്ക് ശിക്ഷ. ഇനി നല്ലതാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന് രക്ഷ. ഇനി വേണ്ടാത്ത കാര്യമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ചുട്ടാടി. അത് രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കണം. എന്തിനാണ് ഈ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരുഷന്മാരെ ഇങ്ങനെ ഇട്ട് വേട്ടയാടേണ്ട ആവശ്യം? ഒരു ചെറിയ ഉദാഹരണം ആ ചർച്ച കാണുന്നവർക്ക് മനസ്സിലാവും. അവിടെ രാഹുൽ ഈശ്വർ സംസാരിക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ മറ്റു പലരും സംസാരിക്കാൻ നോക്കി, നടന്നില്ല. വായി എടുത്ത് രണ്ട് വാക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒച്ചവിളി നായിട്ടുണ്ടാക്കും. അതിലൊരു മഹാൻ പറയുന്നത് കേട്ടു, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയാണ്, ജുഡീഷ്യലിന്റെ ഗസ്റ്റായിട്ടാണ് പോണത് എന്ന്. ആ പരനാറി ഒരു ദിവസമെങ്കിലും ഒന്ന് ജയിലിൽ കിടന്നു നോക്കണം. അപ്പോഴേ അറിയാൻ പറ്റും. ഒരൊറ്റ ദിവസം കിടന്നാൽ മതി, അയാൾ അഭിപ്രായം മാറിക്കൊള്ളും. പുറത്തിരുന്നോണ്ട് ഇങ്ങനെ കിണതാറ അടിക്കാൻ നല്ല സുഖമാണ്, അത് നല്ല സുഖമാണ്. പക്ഷെ അകത്ത് പോകുന്നവന്റെ കാര്യം കട്ട പുകയാ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് 10-20 വർഷം ഒരുത്തൻ ജയിലിൽ കിടന്നിട്ടാ. ആ 20 വർഷത്തിന് ശേഷം അവൻ നിരപരാധിയാണെന്ന് കണ്ട് പുറത്തു വന്നപ്പോൾ അവന്റെ അപ്പം മരിച്ചു, അമ്മ മരിച്ചു, അവന്റെ സഹോദരൻ മരിച്ചു, ആകെ ഉണ്ടായിരുന്ന വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി പോയി. അവൻ ചോദിക്കുന്നുണ്ട്, ഞാനിനി എന്തിനാണ് ജീവിക്കണത് എന്ന്. ആരാ ഇതിന് മറുപടി പറയുന്നത്? ഒരു ബോധം വേണ്ടേ? ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതല്ലേ? ഒന്നും വേണ്ട. ഇത് മനസ്സിലാക്കാത്ത മരങ്ങോടന്മാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഏതെങ്കിലും ഒരു പോക്സോ കോടതിയുടെയോ ഇതുപോലെ ഏതെങ്കിലും ഒരു കോടതിയുടെ വരാന്തയിലൊന്ന് പോയി നിന്നാൽ മതി. കേസ് നടക്കുന്ന ഒരു സമയത്ത് അവിടെ വരുന്ന നിരപരാധികളും അവരുടെ ബന്ധുക്കളും അവരുടെ കണ്ണുനീരും കാണുമ്പോൾ മനസാക്ഷിയുള്ള മരയോന്തുകളാണെങ്കിൽ പോലും അപ്പോൾ 2 തുള്ളി കണ്ണുനീര് വരും, ഇല്ലേ? ഇങ്ങനെയുള്ള പരനാറികളും പരദൂഷണം ചെയ്യുന്ന പെണ്ണുങ്ങളും ഇങ്ങനെ വാദോരാതെ ഗ്ലാ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു നിയമം ഒരു നീതി നടപ്പിലാക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും മര്യാദ വേണമല്ലോ. ഞാൻ ഈ ഭാഷ ഇങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഭാഷയ്ക്ക് ഈ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണമെന്ന് കരുതിയിട്ടാണ്. ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അയാളുടെ അഭിപ്രായമാണ് പറയുന്നത്. ആ അഭിപ്രായം അയാൾ പറയട്ടെ. ആ അഭിപ്രായത്തിന് ശേഷം നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ഒരാളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വാദം ഇങ്ങനെ പറയാൻ നിൽക്കുന്ന കുറെ കൂത്തിച്ചുകളെ നമ്മൾ അവിടെ കണ്ടു. അങ്ങനെ തന്നെ വിളിക്കുകയാണ്. മര്യാദ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത്. പിന്നെ കുറെ മഹാന്മാരെയും കണ്ടു. ഇവന്മാരെ എല്ലാം ഒരു 2 ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട് കഴിഞ്ഞാൽ അന്ന് മാറും ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഒക്കെ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ ഡയഗോൽ അടിക്കാനേ ഇവിടെ പറ്റുള്ളൂ. അല്ലാതെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് അവർക്ക് ഒന്നിനും പറ്റില്ല. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം മറ്റൊരാൾക്കില്ല. മനുഷ്യനെന്നവരെ വിളിക്കാനും പറ്റില്ല. അങ്ങനെ വിളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കണ്ണുനീര് ഇവർ കണ്ടേനെ. സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ആ സന്ദർഭത്തെ കൊണ്ട് കുറ്റവാളികളാകുന്നവരുണ്ടാകാം. അതല്ലാതെ കുറ്റവാളി എന്ന് മുദ്ര കുറ്റപ്പെടുത്തി നിരപരാധികളായി അകത്ത് പോകുന്നവരും ഉണ്ടാകാം. ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടുത്തെ നിയമ സംവിധാനത്തെ മേൽ പ്രഷർ ചെലുത്താഞ്ഞാൽ മതി. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവന് തൂക്കുകയറ്. ആദ്യം തന്നെ അവന്റെ മേൽ കുറ്റപത്രം, FIR ഇതേ ചാനലുകാരും യൂട്യൂബേഴ്സും ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളും കൂത്തിച്ചുകളും മറ്റേ മഹാന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇടും. അതിനുശേഷം അന്വേഷണം അവർ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കും. പിന്നെ അതിന്റെ വിചാരണയും അവർ തന്നെ നടത്തും. പിന്നെ അതിന്റെ വിധിയും അവർ തന്നെ നടത്തും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനവും നീതി സംവിധാനവും നിയമ സംവിധാനവും യഥാർത്ഥ വഴിയിൽ പോയി അത് നിരപരാധികളാണെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. എന്നിട്ട് പ്രഷർ ചെലുത്തിയിട്ട് ഇവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം നിരപരാധിയാണെന്ന് പോലീസ് സംവിധാനത്തിന് അറിയാമെങ്കിൽ കൂടി അവരെ വെറുതെ വിടാനോ അന്വേഷണം അതിന്റെ വഴിക്ക് കൊണ്ടുപോകാനോ പറ്റില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. നിരപരാധികൾ ജയിലിൽ കിടക്കുന്ന എത്ര പേർ എനിക്കറിയാം. എൻ്റെ കൂടെ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മാഷ്, ആ മാഷിൽ നിന്ന് 20 കൊല്ലം ശിക്ഷ അനുഭവിച്ച് കിടക്കുകയാണ്. കേസ് എന്താണ്? ഒരു കൂത്തിച്ച് വിചാരിച്ചിട്ടാണ്. ഒരു പോക്സോ കേസെടുത്ത് തലയിൽ വെച്ചു കൊടുത്തു. കുട്ടി മൊഴിയും അങ്ങനെ തന്നെ പറഞ്ഞു, എന്നെ അങ്ങനെ പിടിച്ചു. സത്യമാണ്.
ഈ പറഞ്ഞ സത്യം തന്നെയാണ്, സംഭവം നടന്നിട്ടുമുണ്ട്. പക്ഷേ ഒരു പോക്സോ അവിടെ നടന്നിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണമെങ്കിലും ഒന്ന് പറയണമല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. ഒരു പാവമാഷ്, അയാളെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ടവൻ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആള്, ഒരു UKG കുട്ടി, UKG 5 വയസ്സുള്ളൊരു കുട്ടി, ആ 5 വയസ്സുള്ള കുട്ടി ഓടി വീണ് എല്ലാ കുട്ടികളെയും മാഷയുടെ കയ്യിലും തൂങ്ങി കാലിലും തൂങ്ങി തോളത്ത് കയറിയിരിക്കുന്ന കുട്ടികൾ, ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് എന്ത് പെണ്ണ്, ഓടി വീണ് കഴിഞ്ഞപ്പോൾ ഓടി ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് തൂക്കിയെടുത്ത് മുട്ടിൽ ലേശം ചെറിയൊരു തൊലി പൊളിഞ്ഞിരുന്നു, അതൊക്കെ ഒന്ന് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഒന്ന് ഊതി ഒന്ന് തണുപ്പിച്ച് തോളത്തിട്ടിട്ട് ചന്തയ്ക്ക് ആ സാരമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഒരു കോലുമുട്ടാങ്ങി വാങ്ങി കൈ കൊടുത്തു. ഒരു സ്വന്തം മകളോട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇത് ആരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അവിടെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി, ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ വന്ന ടീച്ചർ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചപ്പോൾ ഈ ചന്തി എന്ന് പറയുന്നത് ബാഡ് ടച്ച് ആണ് അത്രേ. അതെങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. സന്ദർഭവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ഈ പാവം കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഉടനെ പറഞ്ഞാൽ എൻ്റെ മാഷ് ഇങ്ങനെ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിടിച്ചു എന്നേ പറയാനുള്ളൂ, തട്ടി എന്ന് പറയാൻ കുട്ടിക്ക് അറിയില്ല. ഉടനെ ആരോടും പറഞ്ഞില്ല, അവിടെയുള്ള ഹെഡ് മാസ്റ്ററോടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോടോ മറ്റാരോടോ ഒരു വാക്ക് സംസാരിക്കാതെ നേരെ ചൈൽഡ് ലൈനിലേക്ക് ഒരു ഒറ്റ കോള്. അടുത്ത പോലീസും പാർട്ടിയും വന്ന് മാഷെ തൂക്കിയെടുത്തപ്പോഴാണ് അറിയുന്നത്. കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, മാഷ് ഇവിടെ പിടിച്ചോ? പിടിച്ചു. കോടതിയിലെത്തി, കോടതിയിലെ മജിസ്ട്രേറ്റ് ചോദിച്ചു, ഇവിടെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിടിച്ചോ, 20 കൊല്ലം ഒരൊറ്റ അടിക്കങ്ങോട്ട് അടിച്ചു കൊടുത്തു. പാവം ജയിലിൽ കിടക്കാണ് ഇപ്പോൾ. ഈ കുത്തിച്ചയുടെ കാരണമാണ്. അതായത് റിപ്പോർട്ട് ചെയ്യണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് പോക്സോ ആണെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പോക്സോ ആണോ അല്ലയോ, ഏത് സന്ദർഭത്തിലാണ്, എങ്ങനെയാണ് ഇന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കില്ലേ? ഇല്ലേ? ഞാനും ഒരു കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ മുന്നിലും ഒരുപാട് മൈനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2023 ഞാൻ കൗൺസിലിംഗ് സെന്റർ പൂട്ടി തൽക്കാല പരിപാടി നിർത്തിവെച്ചത്. വേണ്ട, പയ്യ മടുത്തു എന്ന് നെടുപടി വേണു പറയുന്നത് പോലെ. അതിനു മുമ്പ് വന്നിട്ടുള്ള കേസുകളൊക്കെ, ഒരുപാട് കേസുകൾ ഇതുപോലെ പോക്സോ റിപ്പോർട്ട് ചെയ്യാനുള്ള കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പോക്സോ അല്ലതൊന്നും. അതൊക്കെ യാദൃശ്ചികമായിട്ട് ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പെടുത്താം. ഇപ്പൊ പറഞ്ഞതുപോലെ ബാഡ് ടച്ച്, ചന്തയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോക്സോ ഇല്ലേ? പക്ഷെ ഒന്ന് വീഴുമ്പോൾ തോളത്തെ എടുത്തിട്ടൊന്ന് തട്ടിയാലോ? ഇനി അതല്ല, കുറച്ച് ഒരു 10-14 വയസ്സുള്ള പെമ്പിള്ളേർ തന്നെ ആയിക്കോട്ടെ, എടുത്ത് തോളത്തിട്ടുകൊണ്ട് പോകേണ്ടി വന്നാൽ ചന്തയ്ക്കേ താങ്ങാൻ പറ്റുള്ളൂ. അതിന് പോക്സോ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീഡനമെന്നോ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സന്ദർഭം അനുസരിച്ചിട്ടാണ് ഓരോന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുണ്ട് ഇവിടെ. പുരുഷന്മാർക്കാണ് എങ്ങനെ പോയാലും, ഏതപ്പം ചത്താലും കോഴിക്ക് കടക്കപ്പുറത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ പുരുഷന്മാർക്കാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത്. അവർക്കിവിടെ പുരുഷ കമ്മീഷനുടെ ഒരു തേങ്ങയും വേണ്ട. എല്ലാ മനുഷ്യനും ഒരുപോലെയാണ്. തുല്യനീതി, തുല്യ നിയമം നടപ്പിലാക്കിയാൽ മതി. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഒന്ന് അന്വേഷിക്കണം, എന്താണ് വാസ്തവം എന്ന് അന്വേഷിച്ചുകൊണ്ട് തെറ്റാണെങ്കിൽ മാത്രം ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ, വിചാരണ എല്ലാം ഉണ്ടാകട്ടെ. അതിനിവിടെ ആരും എതിരല്ല. പക്ഷെ നിരപരാധികളെ കൊടുക്കാൻ വേണ്ടി ഇമാതിരിയുള്ള നിയമങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പോക്സോ നിയമവും ഈ പറഞ്ഞ നിയമങ്ങളും ഈ ഫെമിനിസ്റ്റുകളും ഈ കുത്തിച്ചുകളും മറ്റേ മഹാന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള നിയമം ഒരു പരിഗണനയും അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരു പെണ്ണിനും പ്രത്യേകിച്ച് പരിഗണന ആവശ്യമൊന്നുമില്ല. ആണും പെണ്ണും അത് ഈ ഭൂമിയിൽ 2 പ്രത്യേക ജനസുകളാണ്. 2 പേർക്കും 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. 2 രീതിയിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർ 2 പേരും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം നോക്കി ജീവിക്കാൻ കഴിയാത്തവർ അവർ ഒരുമിച്ച് ജീവിക്കാൻ നിൽക്കണ്ട, സെപ്പറേറ്റ് ജീവിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു വൈരാഗ്യം, എന്തെങ്കിലും ഒരു കാര്യം അത് മനസ്സിൽ തോന്നുമ്പോൾ പുരുഷന്റെ തഞ്ചത്തേക്ക് മാത്രം കയറി അവന്റെ സ്ഥാപക ജംഗമ വസ്തുക്കൾ മാത്രം ഈടാക്കിക്കൊണ്ട് ജപ്തി ചെയ്തുകൊണ്ട് പെണ്ണിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെറ്റത്തരമാണ്. അത് ഏത് നിയമത്തിന്റെ പേരിലായാലും. Different angles. Don't forget to subscribe and support this channel.